ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈത്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുരു കളഞ്ഞു വെച്ചിട്ടുള്ള 500 ഗ്രാം ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോവരുത്, അതിന് മുമ്പായിട്ട് തന്നെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണം. പൊടികൾ കരിഞ്ഞു പോയാൽ അച്ചാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു വലിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ് ആയിട്ട് വരും. ഈ ഒരു തിക്നെസ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്